ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് നിങ്ങൾ ആരെങ്കിലും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ട് വേണം ഈ രണ്ടാമത്തെ എപ്പിസോഡ് നിങ്ങൾ വന്ന് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും കൂടെ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസിനിപ്പോൾ തീരെ ലൈക്ക് കുറവാണ്. അത് കാരണം എല്ലാവരും ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയുടെ അടുത്തേക്ക് വന്ന ആ പെൺകുട്ടി ആരാന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഹീറോയിൻ ആകെ തല പുകഞ്ഞെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ വേറെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആ പുറത്ത് വന്ന ആ പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, കയറി വാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യെ പിടിച്ച് നേരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ആകെ പേടിച്ച് വരേണ്ട അവസ്ഥയിലായിരുന്നു. അകത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം രണ്ടുപേരും യൂസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവൾക്കതെല്ലാം കാണുമ്പോൾ തന്നെ ഇവരിനി ലിവിങ് ടുഗദർ എങ്ങാനായിരിക്കുമോ, ദൈവമേ ഞാനിനി എന്താ ചെയ്യുക, അതൊക്കെ അറിയാം എന്താ ഒരു വഴിയെന്നുള്ള കാര്യത്തിലൊക്കെ ഇവളിങ്ങനെ ആലോചിച്ച് ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയാണെങ്കിൽ നേരെ നമ്മുടെ ഹീറോയിൻ ഒരു സ്ഥലത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് ഹോസ്പിറ്റലിൽ പുതിയൊരു മാലാക്ക കുട്ടി വന്നു എന്നുള്ള ഞാൻ അറിഞ്ഞു. മാത്രമല്ല ആ വന്ന മാലാക്കക്കുട്ടി അവിടെയുള്ളൊരു ഡെവി ഡോക്ടറിനെ പ്രപ്പോസ് ചെയ്താണോ ഞാൻ അറിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അതൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? അന്നേരം അവള് അതിപ്പോൾ ഹോസ്പിറ്റലിൽ ഫുള്ള് പാട്ടല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് എന്നെ ആരെ ഇപ്പോൾ ഡെവിളെന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. ഉടനെ ഹീറോയിൻ ഞാനില്ല ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകാനായിട്ട് നോക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി നേരെ പോയിട്ട് നമ്മുടെ ഹീറോയിനെ തടുത്ത് നിർത്തിയിട്ട് നീ ഇതെങ്ങോട്ടാ ഓടുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോയിൻ എന്നെ അവൻ എന്തെങ്കിലും ചെയ്യും, ഞാൻ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ അവൻ്റെ ചേച്ചിയാണ്, എന്നെ മാറ്റി നിർത്തിയിട്ട് അവൻ എന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിന് അപ്പോഴാണ് ഒരു മനസമാധാനം കിട്ടുന്നത്. അവൾ ആകെ അതിശയത്തോടെ ചേച്ചിയോ, ആ ചേച്ചി അതെൻ്റെ അനിയനാന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. ഇത് കൂടെ കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് കേട്ട പാടെ ആ ചേച്ചിയെ വിളിച്ചിരുത്തിക്കൊണ്ട് സൊറ പറയാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ ട്രെയിനിങ് പീരീഡൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ അവൾക്ക് ഡ്യൂട്ടി ഇടുന്നുണ്ടായിരുന്നു. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഇട്ടിരുന്നത്. അവൾക്കും വേറൊരു പെൺകുട്ടിക്കുമായിരുന്നു അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ആ സീനിയർ ഡോക്ടർ നമ്മുടെ ഹീറോയിനോട് നീ എന്തിനാ ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ട്, എന്നിരുന്നാൽ പോലും ഞാൻ മെയിനായിട്ട് ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഡെവിൾ ഡോക്ടർ തന്നെയാണ്. എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ അയാൾക്ക് മനസാക്ഷിയില്ല, ഭയങ്കര ദേഷ്യക്കാരെന്നൊക്കെ പറഞ്ഞിരുന്നാലും എനിക്ക് അയാൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ തൊട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവൻ വന്നിട്ട് നീ ഇത് ആരെക്കുറിച്ചാ മനസാക്ഷിയില്ല ദേഷ്യക്കാരെന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ അവളാകെ ചമ്മി നാറിയിട്ട് അയ്യോ നിങ്ങൾ എപ്പോൾ വന്നെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് കുറേ വർഷങ്ങളായി, പക്ഷേ ഡ്യൂട്ടി ഇട്ടിട്ടും നീ എന്തിനാ ഇവിടെ കടന്ന് കറങ്ങുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയിനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ശേഷം അവളോട് നിന്റെ പുറകെ നിന്ന് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അവൻ അസ്ത്രം വിട്ടതുപോലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പുറകെ നിന്ന് കലബിലാന്ന് അടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവൻ അവളെ പിടിച്ച് നിർത്തിയിട്ട് ദേ ഇങ്ങോട്ട് നോക്കിയേ, എനിക്ക് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. എൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് എന്നോടിങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കരുതെന്നും ആവശ്യം എന്താണോ അത് മാത്രം പറഞ്ഞാൽ മതി. റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ഞാൻ എന്താണോ പറയുന്നത് ആ കാര്യം മാത്രം നീ ചെയ്താൽ മതിയെന്നായിരുന്നു. ഹീറോയിൻ അതൊക്കെ നോട്ട്സ് എഴുതുമ്പോഴേക്ക് എഴുതി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളോട് ഞാൻ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാം, ഞാൻ നിന്നെ ഓൾറെഡി റിജക്ട് ചെയ്ത് കളഞ്ഞതാണ്. അത് കാരണം തന്നെ ഇനി ഇഷ്ടമാണ് മണ്ണാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ വെറുതെ നടക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾ അതൊന്നും കാര്യമാക്കുന്നില്ല. പിന്നെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഹീറോയുടെ പുറകെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അവർ നേരെ പോകുന്ന സ്ഥലത്ത് ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരതിൽ ഫസ്റ്റ് നോക്കുന്നത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനെ ആയിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ പുറകെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ തന്നെ അവളോട് നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫാണ് ഓർമ്മ വരുന്നത്. എനിക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബ്രേക്കപ്പൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് കിടക്കുന്നു പറഞ്ഞിട്ട് അവനിങ്ങനെ അവളോട് സങ്കടം പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതൊന്നും ഒരു കാര്യമില്ല, ഈ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദാവത്തില്ലേ, പിന്നെ നിന്റെ ലവറിൻ്റെ അടുത്ത് നിന്നൊക്കെ തിരിച്ചു പോകാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നത്, അവന് കൊണ്ടുവച്ചേക്കുന്ന ഫുഡൊന്നും അവൻ അങ്ങനെ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അവൻ എന്തിനാ ഈ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നു പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഇവൻ്റെ അടുത്ത് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു കേട്ടോ. അയാൾക്കെന്തോ ഇഞ്ചക്ഷൻ എന്തോ എടുക്കാനായിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ടായിരുന്നു ഹീറോ. അവൾക്ക് ആകെ പേടി തോന്നിയിട്ട് ദൈവമേ ഞാനിത് എങ്ങനെ എടുക്കും, എടുത്തില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ തല പോകുന്ന കേസാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പ്രാർത്ഥിച്ച് അവളത് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ എടുത്ത് കഴിയുന്ന സമയത്ത് അവൾ സന്തോഷം കൊണ്ട് അറുമാതിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കയ്യിലുണ്ടായിരുന്ന നീഡിൽ അവളുടെ കയ്യിൽ കുത്തുന്നത്. ഇത് കാണുന്ന ഹീറോ വന്നിട്ട് ദേ ഇതെന്താ നീ കാണിച്ചു വെച്ചേക്കുന്നത്, ഇതെങ്ങാനും അറിയാതെ പേഷ്യൻസിൻ്റെ കയ്യിലെങ്ങാനുമാണ് കൊണ്ടുവരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഹീറോയിനോട് വഴക്കിടുന്നുണ്ടായിരുന്നു. അവളും ഞാൻ എന്ത് ചെയ്താൽ ഇത് മാത്രമാണല്ലോ ദൈവമേ സംഭവിക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് സോറിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടിട്ട് ആ കോളേജിൽ പഠിക്കുന്ന ആ പയ്യനില്ലേ, അവൻ ഈ ഫുഡൊന്നും കഴിക്കാത്ത കാര്യം നമ്മുടെ ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവൻ എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചു കുട്ടികളൊക്കെ താമസിക്കുന്ന സ്ഥലമില്ലേ
ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവരവിടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലേക്ക് നമ്മുടെ ഹീറോയിൻ അവനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവനതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്നിട്ട് അവന് ഫുഡ് എടുത്ത് കൊടുത്തിട്ട് ഇത് കഴിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവനും എന്തോ മനസ്സിലും ഭയങ്കര വിഷമമുള്ളതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇവൾ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, നിന്റെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമായിട്ട് നിന്റെ ലവറിൻ്റെ അടുത്തേക്ക് തന്നെ നിനക്ക് തിരിച്ചു പോകാനെന്നൊക്കെ പറയുമ്പോൾ അവനും സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഹീറോയിന് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോ മേളിൽ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ചിട്ട് ആ കോളേജിൽ പഠിക്കുന്ന ആ പയ്യനില്ലേ, അവനാണെങ്കിൽ നെഞ്ചുവേദനയാണ്, എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുന്നത്. ഹീറോയിനും അങ്ങോട്ടേക്ക് ഓടി പിടച്ചൊക്കെ പോകുന്നുണ്ടെങ്കിലും അവന് പെട്ടെന്ന് ഒരു സർജറി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ആണെങ്കിൽ ഹീറോയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഇപ്പം നമ്മുടെ ഹീറോയിനാണുള്ളത്. പക്ഷെ ആ സർജറി നടത്തുന്ന സമയത്ത് ഹീറോയിൻ അവൻ മാറ്റിയിട്ട് വേറൊരു പെൺകുട്ടിയില്ലേ അവൾ അങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ടായിരുന്നു, എന്നെ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ അവിടെ പോയി എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അതിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഹീറോയിനെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് അവളെ ഇങ്ങനെ മാറ്റി നിർത്തിയത്. എന്തായിരുന്നാലും അവൾക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഇത് ഹീറോയോടൊന്ന് ചോദിക്കണമെന്ന് വെച്ചിട്ട് തന്നെ നേരെ അവൻ്റെ റൂമിലേക്ക് പോയിട്ട് നിങ്ങൾ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല, ഞാനല്ലേ നിങ്ങൾ അസിസ്റ്റന്റ്, പിന്നെ എന്തിനാ ഈ സർജറി സമയത്ത് എന്നെ നിങ്ങൾ മാറ്റി നിർത്തിയെന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇവള് പറയുന്നൊന്ന് മൈൻഡ് ചെയ്ത് ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. അവനിപ്പോൾ ഒരു ചെറിയ സർജറി അല്ലേ കഴിഞ്ഞത്, ആ മേജർ ഓപ്പറേഷന് ഞാൻ തന്നെ വേണം നിങ്ങൾ അസിസ്റ്റന്റ്, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് അവൻ്റെ കയ്യിൽ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കപ്പിലെ വാട്ടർ പിടിച്ച് വാങ്ങിച്ചിട്ട് നിങ്ങളതിന് എസ് പറയാതെ ഞാൻ ഈ വാട്ടർ തരത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവന് ലാസ്റ്റ് നിനക്കിപ്പോൾ എന്താ വേണ്ടത്, ആ മേജർ ഓപ്പറേഷന് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കണമെന്ന് മാത്രമല്ലേ, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ കപ്പ് തിരിച്ചു കൊടുത്തിട്ട് അവിടെ ഒന്ന് പോകുന്നുണ്ടായിരുന്നു. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഈ കോളേജിൽ പഠിക്കുന്ന പയ്യൻ്റെ അടുത്ത് നിന്ന് ഒരു അങ്കിൾ കിടന്നിരുന്നില്ലേ, അയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ എന്തോ സാധനം മേടിക്കാനായിട്ട് കാശ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ ആ സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് ഇവിടെ കോളേജിൽ പഠിക്കുന്ന പേഷ്യൻ്റ് ആയിട്ടുള്ള പയ്യനില്ലേ, അവന് പെട്ടെന്ന് വെച്ചിട്ട് നെഞ്ചുവേദന കൂടിയിട്ട് അവൻ എന്തോ ഒരു സർജറി വേണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അഭാവത്തിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു നഴ്സില്ലേ, അവളെ വിളിച്ചിട്ട് ആ സർജറി നടത്താനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് നമ്മുടെ ഹീറോയിൻ ആ സാധനമൊക്കെ വാങ്ങിച്ച് അയാളുടെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് ഇവൻ ഇങ്ങനെ വയ്യാതായ കാര്യവും അവനിങ്ങനെ സർജറി നടത്താനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ കാര്യം അവൾ അറിയുന്നത്. ഇത് കേട്ടപാടെ ഞാനില്ലാതെ ഓപ്പറേഷൻ നടത്തുന്നത് പറഞ്ഞ് ചാടി പിടിച്ച് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് അവൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ആ പയ്യന് ഒട്ടും വയ്യാണ്ട് ഡോക്ടേഴ്സും നഴ്സും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൂടുന്നുണ്ടായിരുന്നു. അവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലം കാണാതെ പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം നോക്കി നിന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പേടിച്ച് വളരെയധികം തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ എന്തിനായിരുന്നിരുന്നാലും അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റാതെ പോവുകയാണ്. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിന് ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവൾക്കാണെങ്കിൽ കഴിക്കാനോ കുടിക്കാനോ ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നിനും പറ്റാതെ വളരെയധികം വിഷമത്തിൽ അവൾ കഴിയുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം ഫുഡൊന്നും കഴിക്കാതെ കടന്നുകൊണ്ട് തന്നെ അവൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് തല കറങ്ങി വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇത് നമ്മുടെ ഹീറോ കണ്ടിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ബോധം വീണ അവളോട് നീ എന്തിനാ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോൻ എഴുന്നേറ്റ് അത് വേറൊന്നുമില്ലാന്ന് പറയാൻ വരുന്നപ്പോൾ തന്നെ അവൾ തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഹീറോ പെട്ടെന്ന് അവളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊരു കാര്യം പറയാം, നീ ഈ ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് അവൻ മരിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിപ്പോൾ നിനക്ക് മാത്രമല്ല ആ ഹോസ്പിറ്റലിലുള്ള അവനറിയാവുന്ന എല്ലാവർക്കും സങ്കടം തന്നെയാണ്. എന്ന് വെച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ വിഷമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പിന്നെ എന്ത് കഥയാണ് ഉള്ളത്. ഇനി ആ ഹോസ്പിറ്റല് ആരും തന്നെ ഇങ്ങനെ മരിച്ചു പോകാതിരിക്കാനായിട്ട് ഞങ്ങൾ നല്ല പോലെ ശ്രമിക്കുന്നുണ്ട്. അതുകൂടെ ഓർത്തിട്ട് നീ ഇങ്ങനെ നിന്റെ ബോഡി വീക്കാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ അവിടേക്ക് നമ്മുടെ ഹീറോയുടെ ഒരു ഫ്രണ്ട് ഡോക്ടറില്ലേ അവന് വരുന്നുണ്ടായിരുന്നു. അവൻ വന്നിട്ട് ഹീറോയിനോട് ശരി നിനക്കിപ്പോൾ ഒട്ടും വയ്യാണ്ടിരിക്കുമല്ലേ, ഞാനങ്ങനെയാണെങ്കിൽ ഇന്ന് നിന്നെ നോക്കി ഇവിടെ തന്നെ നിന്നോളാന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നിന്റെ വീട് ഇവിടെ നിന്ന് എത്ര ദൂരെയുള്ളത്, അത് കാരണം നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അത് പറയുന്നത് കേട്ട ഉടനെ ആ ഫ്രണ്ടായിരുന്ന ആ പയ്യനാണെങ്കിൽ ശരിയാണ് നിനക്കാവുമ്പോൾ വീടിൻ്റെ തൊട്ടടുത്തല്ലേ, അപ്പം നീ തന്നെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിനാണെങ്കിൽ ഹീറോ ഇങ്ങനെ ഇരിക്കുന്ന കാരണം അവൾക്കൊന്നും ഉറങ്ങാനോ മനസ്സമാധാനം ശ്വാസം വിടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ അവൻ്റെ പ്രസൻസ് അവൾക്ക് വല്ലാണ്ടാവുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഇവൻ പോയിട്ട് എന്താ നിനക്ക് പനിക്കുന്നുണ്ടോ, വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ അടുത്തേക്ക് അവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയം ഹീറോയിൻ ആണെങ്കിൽ ഇതെന്താ എനിക്ക് ഇങ്ങനെ തോന്നുന്നത്, അവനൊരിക്കലും എന്നോട് ഇങ്ങനെ ഒരിക്കലും പെരുമാറത്തില്ല, ഇത് ഞാനിനി സ്വപ്നം കാണുന്നതാണോ എന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം സ്വപ്നം കണ്ടു തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവളൊന്ന് ഓക്കെ ആയിട്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടായിരുന്ന ആ ഡോക്ടറോട് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു.
അന്നേരം ഇന്നലെ ഹീറോ അവളുടെ കൂടെ രാത്രി ഫുൾ ഉണ്ടായിരുന്ന കാര്യമൊക്കെ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുകളോടെല്ലാം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതറിഞ്ഞ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പോയിട്ട് അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവള് ഒരു അങ്കിളായിരുന്ന ഒരു പേഷ്യൻ്റ് ഇല്ലേ, അയാൾക്ക് എന്തോ ഫുഡെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എനിക്കെന്തിനാ ഇങ്ങനത്തെ ഫുഡൊക്കെ തരുന്നത്? ഇങ്ങനത്തെ ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് ഇവിടെ ഞാൻ ഡിസ്ചാർജ് ആവാതെ ഇങ്ങനെ എന്നെ കിടക്കുന്നത്. അത് കാരണം നിങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞിട്ട് എനിക്ക് നല്ല ഫുഡ് തന്നിട്ട് എൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാക്കി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് നേരെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയോട് പോയി പറയുന്നുണ്ടായിരുന്നു. ഹീറോ അന്നേരം അയാളുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം എടുത്ത് നോക്കുന്ന സമയത്തായിരുന്നു ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നത്. നമ്മുടെ ഹീറോയിൻ ഒരു ദിവസം അയാൾക്കൊരു ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് പോകുന്ന സമയത്ത് അയാളെന്തോ കൈ മാറ്റുമ്പോൾ ഹീറോയിൻ എടുക്കുന്ന ഇഞ്ചക്ഷൻ മാറിപ്പോകുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുപിടിച്ച ഹീറോ ആണെങ്കിൽ ഹീറോയിനോട് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് നീ എന്തിനാ ഇവിടെ നേഴ്സാന്ന് പറഞ്ഞ് നിൽക്കുന്നത്, ആദ്യം നീ മര്യാദയ്ക്ക് പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് സങ്കടം വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഡോക്ടർ അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ അവനൊരു ഡെവിളായിട്ടുള്ള ഡോക്ടറൊന്നുമല്ല, അവനും നല്ലൊരു മനസ്സുണ്ട്. അവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയായിട്ട് അവൻ ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടമെന്ന് പറഞ്ഞാൽ സീരിയസ് റിലേഷൻഷിപ്പായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവൾക്കൊരു ഹാർട്ട് ഡിസീസ് വന്നിട്ട് അവൾ മരിച്ചുപോയി. അതോടുകൂടിയാണ് അവൻ ഇങ്ങനെ ആയെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇത് ശരിവെച്ചെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയുടെ വേറൊരു ഫ്രണ്ടിലെ ആ ഡോക്ടർ അവനും വന്നിട്ട് അവൾ മരിക്കുന്നതിന് തൊട്ടു മുന്നേ അവനോട് ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇതുപോലെ നിന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനെ നീ എങ്ങനെയും ജീവിപ്പിക്കണം, അങ്ങനെ നീ ഒരു നല്ല ഡോക്ടറായിരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കാരണം തന്നെയാണ് അവൻ 24 മണിക്കൂറും ഇവിടെ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്ത് പേഷ്യൻസിന് വേണ്ടിയിട്ട് അവൻ്റെ ജീവിതമേ ഒഴിഞ്ഞു വെച്ച് നടക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന ഹീറോയിന് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പിറ്റേ ദിവസവും ആ അങ്കിളായിരിക്കുന്ന അയാൾക്ക് വീണ്ടും ഫുഡ് കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. അയാൾ പിന്നെയും നമ്മുടെ ഹീറോയിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് എനിക്കിനി ഇവിടുത്തെ ഫുഡും വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ പിടിച്ച് തള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. ഉടനെ ഹീറോ വന്നിട്ട് നിങ്ങളിത് എന്താ ഈ ചെയ്യുന്നതെന്ന് പേഷ്യന്റിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അയാളാണെങ്കിൽ നിങ്ങൾ ഈ തരുന്ന ഫുഡ് കാരണോ ഞാനിപ്പോൾ എൻ്റെ അസുഖം ഒന്ന് ഭേദമാകുന്നത് ഇവിടെ കിടക്കുന്നത് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, ഞങ്ങൾ തരുന്ന ഫുഡിന് പുറമെ നിങ്ങൾ വേറെ ഏതൊരു എനർജി ഡ്രിങ്ക് കൂടെ കുടിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ഒന്നും നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കുന്നത്. അത് കാരണം വെറുതെ നിങ്ങൾ ഇവളോട് ഇങ്ങനെ ചൂടാകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവളും എനിക്കറിയാലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കൈ നീട്ടി വെച്ചിട്ട് എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു നീഡിലെടുത്തിട്ട് ബ്ലഡ് ഒന്ന് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവനായതുകൊണ്ട് തന്നെ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാലോ നിനക്ക് അതിനൊന്നും പറ്റത്തില്ല എന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ഇപ്പോൾ എടുക്കാനായിട്ട് പറഞ്ഞതും. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കുന്ന സമയത്തോ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തോ അയാളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അന്നേരം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, അയാൾക്ക് അത് വലുതായിട്ട് വേദനിക്കത്തില്ല. അങ്ങനെ നീ ഒന്ന് എടുത്ത് നോക്കിക്കേ എന്ന് പറയുമ്പോൾ ഹീറോ കൈ നീട്ടി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അവളും അടുത്ത് വന്നിരുന്നിട്ട് നിങ്ങളുടെ എക്സ് ലവർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയം തന്നെ അവൾ ആ ടോപ്പിക് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഡോക്ടർ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ വേറെ എന്ത് ജോലി ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല, ഇപ്പം ഞാൻ ഈ ജോലിയിൽ സംതൃപ്തനാണ്, ഞാൻ എൻ്റെ മരണകാലം വരെയും ഈ ജോലി ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ ഹീറോയിൻ അവൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പാർട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ അവിടെ വെച്ച് ഓവറായിട്ട് മദ്യപിച്ചിട്ട് ഫുൾ സീനായിരുന്നു. അത് കാരണം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഹീറോയോട് നിങ്ങളുടെ വീടിനടുത്തല്ലേ ഇവളുടെ വീട്, അപ്പോൾ നിങ്ങൾ തന്നെ ഇവളെ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെ അവൻ ഒക്കത്തെടുത്തോണ്ട് നേരെ വീട്ടിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോയിൻ നോർമലായിട്ടിരിക്കുമ്പോൾ പോലും കലബില എന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ്. പക്ഷേ ഇപ്പോൾ ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവൾ വാ അടയ്ക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഹീറോയിനെ അവിടെ ഇരുത്തിയിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്ക്, നീ ഇങ്ങനെ കലബിലാന്ന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്, അത് കാരണം ദയവ് ചെയ്ത് അതൊന്ന് നിർത്താമോ എന്ന് ചോദിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ഇരുന്ന് ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിരിക്കുമ്പോൾ അവളൊന്ന് ഫ്രഷ് ആകുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഹീറോ അവളോട് ഒരു കാര്യം പറയുന്നുണ്ട്, എന്തൊക്കെയായിരുന്നിരുന്നാലും നീ എൻ്റെ പുറകെ ഇങ്ങനെ നടന്നിരുന്നാലും എനിക്കറിയാം നിനക്ക് നല്ലൊരു നേഴ്സ് ആവണമെന്നാണ് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ള കാര്യം. പക്ഷേ എന്തുകൊണ്ടോ അത് എപ്പോഴും ഫ്ലോപ്പായി പോകുന്നുണ്ട്. പക്ഷേ നീ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഞാൻ നിന്നെ നല്ലൊരു നേഴ്സാക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും അതിന് ഓക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അങ്ങനെ അവൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയം ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാനൊരു കാര്യം നിന്നോട് പറയാം, നീ ഒരു നേഴ്സാണ്, അതുകൊണ്ട് തന്നെ ഇത്രയധികം മദ്യപിക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളും അതിന് ഞാൻ ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോടൊക്കെയാണ് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവളുടെ ആ ടേബിളിൽ നിന്നിട്ട് ഒരു സ്റ്റിക്കർ കിട്ടുന്നുണ്ടായിരുന്നു. അതിലാണെങ്കിൽ നിങ്ങൾ
വളരെയധികം നല്ലവളാണെന്നുള്ളൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണ് കാണുന്നത്. അന്നേരം തന്നെ അവള് ഇതാരാ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു സ്റ്റാഫ് വന്നിട്ട് അത് ഹീറോയുടെ ഫ്രണ്ടായിരുന്ന ആ ഡോക്ടറാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അന്ന് ഈവനിങ് അവൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നടക്കുന്ന സമയത്ത് അവളുടെ ആ കബോർഡിൽ നിന്ന് പിന്നെ ഒരു പേപ്പർ കിട്ടുന്നുണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ അതും കൊണ്ട് നടക്കുന്ന സമയത്തായിരുന്നു ആ ഹീറോയുടെ ഫ്രണ്ടായിരുന്ന ഡോക്ടറെ കാണുന്നത്. നേരെ അയാളോട് പോയിട്ട് ഇത് നിങ്ങളാണോ എഴുതി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആകുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ആരിങ്ങനെ എൻ്റെ പുറകെ നടന്ന് എഴുതി വെച്ചേക്കുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ട്. എന്തായാലും അന്നേ ദിവസം രാത്രി നമ്മുടെ ഹീറോയുടെ വീട്ടിൽ ഇവരെല്ലാവരും കൂടുന്നുണ്ടായിരുന്നു. അതായത് ഹീറോയുടെ ഫ്രണ്ടായിരുന്ന ഡോക്ടറും ഹീറോയിനും ഹീറോയുടെ ചേച്ചി എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഹീറോയിനാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, എന്നെ ആരോ ഒളിച്ചിരുന്ന് പ്രണയിക്കുന്നുണ്ട്, ഇന്നെനിക്ക് പേപ്പറിൽ എഴുതിയ ചില കാര്യങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കേട്ടിരുന്ന ഹീറോ ആണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നീയേ ഒരു മന്ദബുദ്ധിയാണ്. ആ നിന്നെ പ്രേമിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ ഉദ്ദേശം നല്ലതൊന്നും അല്ലായിരിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അത് കേട്ടപാടെ അപ്പം നിങ്ങൾ എന്താ പറയുന്നത്, എനിക്ക് നല്ല ചെക്കന്മാരൊന്നും കിട്ടത്തില്ലെന്നാണെന്ന് പറയും ചോദിക്കുന്നത് അവനോട് വഴക്കിടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കേൾക്കുന്ന ഹീറോയുടെ ഫ്രണ്ടായിരുന്ന ഡോക്ടറും ഹീറോയുടെ ചേച്ചി എല്ലാവരും എന്തൊക്കെയായിരുന്നിരുന്നാലും അവൻ പറയുന്നതിലും കാര്യമുണ്ട്. നിന്നെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ നിന്റെ പുറകെ നടന്ന് ഇങ്ങനെയൊക്കെ എഴുതി വെക്കണമെങ്കിൽ അവൻ്റെ ഉദ്ദേശം നല്ലതൊന്നും ആയിരിക്കത്തില്ല. അത് കാരണം നീ കുറച്ച് ശ്രദ്ധിച്ചു വേണം നടക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നൈറ്റ് നമ്മുടെ ഹീറോയിനും ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് ഒന്നിച്ച് വരാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഹീറോയിൻ്റെ ഫോൺ അവൾ മറന്നു വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഹീറോയിൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവളെ ഒത്തിരി നേരമായിട്ടും കാണാത്ത കാരണം ഹീറോ അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്തായിരുന്നു ഒരു സ്റ്റാഫ് വന്നിട്ട് അവളുടെ ഡ്രസ് കബോർഡിൽ നിന്ന് ഈ ഒരു പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത്. അതിനകത്താണെങ്കിൽ ഞാൻ ഇന്ന് നിന്നെ മീറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. ഇത് വായിച്ചിട്ടായിരുന്നു ഹീറോയിൻ പോയ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവൾക്ക് വേറെന്തോ സംഭവിച്ചിട്ടുള്ള കാര്യം അവന് ഉറപ്പായിരുന്നു. അങ്ങനെ നേരെ അവളെ അന്വേഷിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡും ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഡ്രാമ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. വീഡിയോസൊക്കെ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.